മിന്നക്കരി വെച്ച് മിന്നായം പോലെ എൻ്റെ പഞ്ച് ചെന്നായി ഞാനൊന്ന് വരാണ്ടായി ചങ്ക് ഭരിക്കണ തങ്ങൾ എന്നിഷ്ടനാകെ ബേജാറായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നോട്ട് ഉണ്ടാക്കാൻ നല്ല അടിപൊളി ചിക്കൻ നഗറ്റ്സ് ആണ്. മിയാക്ക് നഗറ്റ്സ് എന്ന് വെച്ചാൽ ജീവനാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമല്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിഷ്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ. ചിക്കൻ നഗറ്റ്സിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 3 സ്റ്റെപ്സ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ചിക്കൻ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. എല്ലൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് മോര് വേണം. ചിക്കൻ മുങ്ങിക്കിടക്കാനുള്ള അത്രയും മോരില്ലെങ്കിൽ തൈരാണെങ്കിൽ അത് കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം. 1/2 ടീസ്പൂൺ മുളക് പൊടി വേണം. എടുത്തു വെച്ചിട്ടുള്ള മോരിലോട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും ചിക്കനും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വയ്ക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റൊക്കെ വെക്കണത് നല്ലതാണ്. ഞാൻ ഈ ചിക്കൻ 2 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദ എടുത്തിട്ടുണ്ട് 250 ഗ്രാം. പിന്നെ നമുക്ക് അയമോദകം വേണം 1/4 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡർ വേണം 1/4 ടീസ്പൂൺ. ചുക്കുപൊടിയും വേണം 1/4 ടീസ്പൂൺ തന്നെ. ഉപ്പ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി വേണം. മൈദയിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ബേക്കിംഗ് പൗഡറും ചുക്കുപൊടിയും കാരം സീഡ്സും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഫസ്റ്റ് കോട്ടിങ്ങിനുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് വേണം. പിന്നെ വേണ്ടത് മുട്ടയാണ്. നമുക്ക് ബീറ്റ് ചെയ്ത് വയ്ക്കാം. മൈദ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഞാൻ ആ മോരിൽ നിന്ന് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ചിക്കനിൽ മോരിൻ്റെ നനവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മൈദയിൽ കോട്ടായിട്ട് കിട്ടും. കാണുമ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാൻ. മൈദയിലെല്ലാം കൂടി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗിലോട്ട് ഈ ചിക്കനെ മൈദയിൽ കോട്ട് ചെയ്തിട്ടുള്ള പീസുകൾ മുക്കിയെടുക്കാം. നമുക്കതിനെ വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ നെഗറ്റ് ഇതാ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഞാൻ നോർമലി ചെയ്യുമ്പോൾ ഈ ചിക്കനെല്ലാം കൂടി മൈദയിലേക്ക് ഇട്ട് ഒരുമിച്ച് തന്നെ പെട്ടെന്ന് തന്നെ കോട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ഇതെല്ലാം കൂടിയിട്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഓയിൽ ഒഴിക്കുക. ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത്. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് നഗറ്റ്സ് ഇട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നഗറ്റ്സ് കുക്ക് ചെയ്തെടുക്കാൻ. എന്താ വെച്ചാൽ നമുക്ക് അതിനകത്തുള്ള ചിക്കനും കൂടി കുക്കായിട്ട് കിട്ടാനുള്ളതാണ്. അല്ലെങ്കിൽ ബ്രൗൺ കളറാവും, പക്ഷേ ഉള്ളിൽ വേവില്ല. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ ഇതുപോലെ കോട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ തണുപ്പ് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നുള്ളൂ. നമുക്ക് എന്തായി നോക്കാം. ഇതിൻ്റെ 1 സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡും കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എന്താ നമ്മൾ നഗറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഞാൻ 2-3 തവണയായിട്ട് കംപ്ലീറ്റ് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് ചെയ്തതിന് ശേഷം മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.